ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് മിഷൻ സക്സസ്ഫുൾ 2 ആയിട്ട്. അപ്പോൾ എന്തിനാ ഇത് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിം നിങ്ങളിപ്പോൾ ഈ വിചാരിച്ച മാറിയല്ല, മൊത്തത്തിൽ ഗെയിം അങ്ങോട്ട് മാറിയിരിക്കണേ. ഇതൊക്കെ ഉണ്ടോ, പുകയൊക്കെ വന്നിക്കണേ, എത്താന്നറിയില്ല. ഇപ്പോൾ പുതിയ കടയൊക്കെ വന്നിട്ടോ, നമുക്ക് പോയി നോക്കാം. അതിനെക്കാട്ടി നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചിടോ, എല്ലാവരും ലൈക്ക് അടിച്ച് സബ്ബേ ആ ബെല്ലേക്കൊന്ന് അടിച്ച് പൊട്ടിച്ച് ചപ്പളി വിളിയാക്കി. എത്തപ്പോ ഇവിടെ ഒരു പാട്ടൊക്കെ കേൾക്കണ്ടല്ലോ, എത്താൻ എനിക്ക് അറിയില്ല. ഇവിടെ ഒരു പാർട്ടി വല്ല നടക്കുന്നുണ്ടോ, പോയി നോക്കാട്ടോ. എത്താ ബോക്സിലൂടെ അടി 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 അടിയടാ. പാട്ടൊക്കെ വെച്ചാണ് ചില്ലടിച്ചോ, നമ്മളിപ്പോൾ ചില്ലടിച്ചാലേ അടിക്കടാ. അങ്ങനെ നല്ല കുട്ടി നല്ല കുട്ടി. എന്തായാലും ബോറടിച്ചിക്ക, ഇതൊന്നും ഒരു വീഡിയോ ഇടലില്ലല്ലോ, അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഈ വീഡിയോ ഇടാന്ന് വെച്ച്. ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ, ഞാൻ ഷോർട്സ് ഒക്കെ ഇടലുണ്ടല്ലോ. സബ്സ്ക്രൈബറോടൊക്കെ ചോദിച്ചോക്കെ അവരോട് ഇതാണ് കഴിച്ച് നമ്മൾ പുതിയ കട. അമ്മൂമ്മേ പിന്നെ അമ്മൂമ്മ ഇതെന്തൊക്കെ ഉണ്ട് ഇവിടെ? മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ ജുബുണ്ട്, സാരി ഉണ്ട്, പിന്നെ മുട്ടാതെ വെക്കണേ എന്തോ സാധനം ഉണ്ട്, പേരെന്തൊക്കെ അറിയില്ല. എന്തായാലും മക്കൾക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരു ഗ്ലാസ് ചായ. അല്ല പിന്നെ ഈ പെണ്ണുമ്പോൾ എന്തൊക്കെയാ പറയണത്? അതൊക്കെ അവിടെ കട്ടെ. പിന്നെ കഴിച്ച് നമ്മൾ എന്തിനാ ഈ വിഷയത്തിൽ ഫുൾ പാർട്ട് 2 എന്തിനാ ഇറക്കിയെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതിന്റെ വീഡിയോന്റെ കമന്റ്സ് ഒക്കെ നോക്കും. പാർട്ട് 6 വേണം. ഇപ്പൊ മനസ്സിലായാലോ നിങ്ങൾക്ക്? പിന്നെ ടെറിട്ടറിലെ അവസ്ഥ എത്താൻ നിങ്ങൾക്ക് അറിയോ? ബോക്സിഡോണിന് അറിയാം, പിന്നെ എനിക്ക് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അവിടുത്തെ വ്യത്യാസം. എന്തൊക്കെയാണ് ഈ കൊച്ചു ടെറിട്ടറി ടൗണിൽ സംഭവിച്ചത്? ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടെറിട്ടറിലെ മൊത്തത്തിൽ ആകെ മാറിയിരിക്കണ്. ഇമ്മ ഇതാക്കണ ഇന്ന അടിച്ചിന്, ഇത് ബോക്സിലൂടെ ഓടി പാടാ. ഇമ്മ ഇതാക്കണ ഇച്ച ഒരു ലൈഫുള്ളൂ, അപ്പൊ ചാവടാ. ഞാൻ എങ്ങനെ വരാ? ഈ പാട്ട് ആഡ് കണ്ടോണ്ടാ ഞെക്കണ. ഞാനിത് വന്നിരിക്കുന്നു. ഈ സ്റ്റേർസ് നമുക്ക് ഓണാക്കാം. ആദ്യം മുതലേ ഇവനെ കൊല്ലട്ടെ. അയ്യോ, ഇതാണ് ഗൈസ് നമ്മൾ ടെറിട്ടറി മൊത്തം ആടാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഉണ്ടല്ലോ, ഈ ഗെയിമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് എല്ലാവരും രക്ഷിക്കണം, എന്നിട്ട് ഹാർഡ് മോറേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് എല്ലാവരും നമുക്ക് എസ്കേപ്പ് ആവണം. ഈ ടെറിട്ടറി ഹാർഡ് ലെവൽ നമുക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടി, സബ്സ്ക്രൈബ് ചെയ്യ്, ബെല്ലൈക്കൺ അമർത്തി. നീ കൊണ പറയാതെ വേഗം വാടാ. നീ എന്താണ് ഷാജി പാപ്പനായി എത്രയും പെട്ടെന്ന്? ഇയാളെ ബോക്സിലൂടെ നോക്കെടുത്തി. പിന്നെ എനിക്ക് ഇത്ര ലൈഫ് ഈ സൈഡിൽ കൂടെ പോവാട്ടോ. അവിടെ സോമീസ് ആക്കണ ലൈഫ് പോയി. എനിക്കിപ്പോൾ ടോട്ടൽ എത്ര ലൈഫ് ഉണ്ട്? അയ്യോളോ, എനിക്ക് ആകെ ഒരു ലൈഫുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇവിടുത്തെ കിളികളെന്താണ് കറുത്ത കളറ്? ആടാ സത്യം, ഇവിടുത്തെ മൊത്തത്തിലൊക്കെ മാറിയിക്കണേ സ്ഥലമൊക്കെ. എന്താണ് പർപ്പിൾ ചളി? നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പർപ്പിൾ ചളി. എടാ മണ്ട, അത് വേഷാണ്. എടാ ഈ മണ്ടനൊക്കെ തിന്നൂടാ. എനിക്കണ്ട, എൻ്റെ വായിൽ കുറച്ച് ഞാൻ തിരികെ തരാം. എല്ലാവരും ലൈക്ക് അടി ഗൈസ്, എന്നാലും നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. എല്ലാവരും ലൈക്ക് അടിച്ച് സമ്മതിക്കുക. ബോക്സിലൂടെ ഒക്കെ കയറി പോണ്. ലൈക്ക് അടിച്ചുകൊണ്ടാണ് ബോക്സിലൂടെ കയറി പോണ്. ദൈവം കുറെ നേരെ കൊണ പറയാൻ തുടങ്ങിയിട്ട്. ഈ കൊണ പറയാതെ വേഗം കയറി വാടാ. ഓരോ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നെ, നീ പേടിക്കല്ലേ. ഓരോ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൊണ പറയാതെ വേഗം വാ. എക്സ്പോർട്ടിംഗ് ഗെയിമിങ്ങും ബോക്സി ഡൂഡോ രണ്ടാമത്തെ വട്ടം കളിച്ചു. എടാ വേഗം വാടാ ഇങ്ങോട്ടേക്ക്. നീ എന്തിനാ അവിടെ നിൽക്കണത്? നീ എന്തോ ശില്പം പോലെ നിൽക്കണം. വേഗം വാടാ. ഞാൻ അതേ വരുന്നുണ്ട്. ഇവിടെ ബോക്സി വിളി ഉണ്ടാക്കാതെ ഞാൻ അതേ എത്തി. എൻ്റെ അമ്മ ഈ ബോക്സിനെ കൊണ്ടുവന്ന ഇതാണല്ലോ എൻ്റെ പ്രശ്നം. ബോക്സിനോട് കുഴപ്പമില്ല, പക്ഷേ ആ ഡെവിൽ ബോയ് ഉണ്ടെങ്കിൽ മോനെ വെള്ളത്തിൽ ഫ്രഷ് ആയിട്ടില്ല മുതലക്കറി ഉണ്ട്, വേണോ? അതിന് ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞ്. കണ്ടോ ഈ വെള്ളത്തിൽ ഇപ്പോൾ മുതലൊക്കെ ഉണ്ട്. കണ്ടോ ഈ സ്റ്റെപ്പിലൊക്കെ മുള്ളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ടെറിട്ടറിൽ.
ആ മുതലത് തുറച്ചു വെക്കണം തന്നെ. എത്ര കണക്ക് ബീഫ് വേണോ? ഒന്ന് കുറച്ച് ഞാൻ വാങ്ങിച്ചു തരാം. അടായോ എനിക്കിപ്പോ 2 ലൈഫുള്ളൂടാ ഗായ്സ്, എനിക്ക് 2 ലൈഫുള്ളൂ. എടാ എന്തൊരു തീപ്പൊരിയാടാ ഇത് ഇതെന്ത് ഫയർവാളോ? എടാ ബോക്സിലൂടെ നമ്മളിതിൽ ജയിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കേ. കുറേ നേരമായില്ല ലേക്ക് പറഞ്ഞിട്ട്. ഇതെന്താണ് ഈ പർപ്പിൾ മനുഷ്യന്മാർ ഇങ്ങനെ? ഇതെന്താ ജീവനുണ്ട് എല്ലാവർക്കും? എടാ പർപ്പിൾ മനുഷ്യന് എന്നാടാ ജീവൻ വന്നത്? എടാ അത് എനിക്കറിയത്തില്ല, എന്താണ് അറിയത്തില്ല. എടാ ഇത് നമ്മൾ ഇവിടെ കൂടെ ഇത് ഇച്ചിരി ടാസ്കാ കേട്ടോ. നമുക്ക് മനസ്സിലായി ടാസ്ക്കാണ്, പക്ഷെ ഇങ്ങനെ നല്ല സ്പീഡിൽ പോയാൽ മതി എന്നുള്ളൂ. സ്പീഡിലോട്ട് പോകണമെന്നല്ല പറയണേ, എൻ്റെ കാല് സ്ലിപ്പാവുണ്ട്, അതുകൊണ്ട് എപ്പോഴും വീഴുന്നുണ്ട്. ഇവിടെ ആരാടാ മുള്ളിവിടെ വെച്ചത്? ഇലോൺ മസ്കോ? ഏത് പൊട്ടനാടാ അത് വെച്ചേന്ന് എനിക്കറിയത്തില്ല. ഹാർഡ് മോഡാണെങ്കിൽ അത് ഹാർഡ് മോഡ് തന്നെ ആവത്തുള്ളൂ. ഇതേ മണൽ മോൺസ്റ്റർ, ഇവരെ ഞാൻ കൊല്ലട്ടെ. അവിടെ ഈ ഭാഗത്തല്ലേ നമ്മൾ നേരത്തെ ചത്തേ. ഗൈസ് എല്ലാവരും ലൈക്ക് അടി, സബ് അടിക്കി. വാവ് എന്ത് നല്ല മനോഹരം. ഇവിടെ എന്താടാ ഫുള്ള് ഉണങ്ങി വെച്ചിട്ടുണ്ടല്ലോ. മരമൊക്കെ കണ്ടാൽ മനസ്സില മരം എന്താടാ അത് ലോലിപോപ്പ് പോലെ ഉണ്ട്. അവിടെ ഈ ജീവിന്റെ കളർ ആദ്യം ബ്ലാക്ക് അല്ലേനു, ഇതിപ്പോ എങ്ങനെയാണ് ബ്രൗൺ ആയേ? ഞാനതിനെ കൊന്ന്. എനിക്ക് തോന്നുന്നത് ഈ സാധനം ഓരുടെ അച്ഛനായിരിക്കും എന്നാണ്. കുറച്ച് വലിപ്പമുള്ളത് കൊണ്ടായിരിക്കും. എടാ മൈ ഗോഡ്. എടാ നമ്മളിവിടെ എത്ര ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടേ? അതവിടെ തേനീച്ച ശ്രദ്ധിച്ചില്ല. എടാ ഇവിടെ ആൾക്കാർ രക്ഷിക്കല്ലേ വേണ്ടേ? പൈസ കൊടുത്തൂടെ കയറാണ് വേണ്ടത്. ഇത് കണ്ടിട്ട് നോർമൽ കോയിൻസ് പോലെയല്ല തോന്നുന്നു. ഇതൊരു കുറച്ച് പർപ്പിളായിട്ടുള്ള ഒരു കോയിൻസാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് കോയിൻസ് എടുക്കാം. എങ്ങനെയുണ്ട്? അത് ശരിയാ. എന്നാ ഞാൻ ഈ സൈഡിൽ കൂടെ പോവാ, നീ ആ സൈഡിൽ കൂടെ പോ. ഓക്കെ, നമുക്ക് നേരെ ബോക്സിന്റെ സ്ക്രീനിലോട്ട് പോവാ. ഇനി കുറേ നേരം കാത്തിക്കണ്ട, നമുക്ക് സ്പീഡിലങ്ങ് പോവാം. അയ്യോ ഞാൻ ചത്തേ. നല്ല മാസമായിട്ട് പോയതാണ് ചാങ്ങായി. എന്തായാലും ചത്തല്ലേ, നല്ല കാര്യം. ഇവിടെ എത്രങ്ങനെ പൈസ ഉണ്ടാ. പക്ഷെ അതല്ല പ്രശ്നം, ഈ മുള്ളാണ് പ്രശ്നം. ഈ മുള്ള് കിടന്നുണ്ട്, നമുക്ക് പൈസ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫുള്ളെടുത്തില്ല, ഒരു പൈസയും കൂടി ഉണ്ട്. ആ പൈസയും കൂടി എടുക്കാതെ ഞാൻ അടങ്ങൂല. വേഗം പോയി ആ പൈസ എടുക്കട്ടെ. ചത്ത് പോയി സാരികേ, ഞാൻ ചത്തിരിക്കുന്നു, ആരെങ്കിലും രക്ഷിക്ക്. CPR ആരെങ്കിലും. എടാ ബോക്സിൻ്റെ ചത്ത് പോയേ. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ കമ്പയർ ചെയ്യണമെന്നെ പാടച്ച തമ്പൂരാനെ. അയ്യോ നീ അങ്ങോട്ടേക്ക് ചാടാം. ബോക്സിലൂടെ ചത്തത് ഇവിടെയാണെന്നാ തോന്നണേ. ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ടല്ലേ. ഗൈസ് ഈ ടൊറട്ടോറിൽ പോയതുകൊണ്ട് ഞാനും ബോക്സിലൂടെ ചത്ത് ഗൈസ്. ഞാൻ എൻ്റെ കയ്യും കാലും ഒടിഞ്ഞെന്നുള്ളൂ. ബോക്സിനാണെങ്കിൽ അവിടെ ഛർദി അവിടെ വീട് മൊത്തം ഛർദിയൊക്കെ. ഞാനാണെങ്കിൽ തുടയ്ക്കണൊരു വണ്ടിയല്ല വടി തപ്പാണ്. അയ്യോ നിങ്ങൾക്ക് വീടിൻ്റെ അകത്തുള്ള അവസ്ഥ കാണിച്ചു തരാം. അയ്യോ കണ്ടോ ഗൈസ്, ഇതാണ് ബോക്സിലൂടെ ഇവിടുത്തെ പണി. കണ്ടോ മുകള് എടാ ഛർദിച്ച് മതിയാക്കി തലവേദന എടുക്കണ്ടേ. എന്തെങ്കിലും മരുന്ന് കൊണ്ട് തരൂടാ. അതൊക്കെ പച്ചക്കറി വാങ്ങാനല്ലേ, അതൊക്കെ വാങ്ങടാ ജി. എന്തിന് അത് തിന്നിട്ട് ഛർദിക്കാനോ? പോടാ. എന്നാലും ഞാൻ കൊണ്ടുവരാം, എനിക്ക് തിന്നണല്ലോ. അയ്യോ ഞാൻ പോയിട്ട് പച്ചക്കറി വാങ്ങിച്ചിട്ട് വരാം. എൻ്റെ കയ്യും കാലും ഒടിച്ചിട്ട് ഞാൻ ഇവനല്ലേ ഒടിച്ചിട്ടത്. ആ തേനീച്ച ഒറ്റർത്ഥം കാരനാണ്. ഈ ഡ്രസ്സും കടയിലുണ്ടോ? ഈ കടയിൽ ചോദിച്ചോ. ചേട്ടാ അവിടെ ചായക്ക് എന്തൊക്കെയുണ്ട്? ഇവിടെ ചായയുണ്ട്, വടാപാവുണ്ട്, കോഴിക്കോളുണ്ട്, പിന്നെ എല്ലാ സാധനങ്ങളുണ്ട്. ചേട്ടായിക്ക് എന്താ വേണ്ടേ?
അയ്യോ ചേട്ടാ ഒരു വടാപ്പവും പിന്നെ കോളിക്കോളയും ഇത്രയ്ക്ക് മതി എനിക്ക്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ. പിന്നെ നിങ്ങളടുത്തൊരു കാര്യം പറയാണ്ട്, ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നില്ല കേട്ടോ. ഈ ഫോണിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ എപ്പോഴും ചാർജ് കയറില്ല. ഈ ചാർജ് കുത്തിച്ച് പതുക്കെ ചാർജ് കയറുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ ഫോൺ കയറത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.